കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. പത്രോസിലേക്ക് ഇത് പറയുന്ന കാര്യം എന്താ? പരിശുദ്ധാത്മാവ് നിറഞ്ഞു വന്നുകൊണ്ട് പത്രോസിലേക്ക് പറയാണ്, നിങ്ങൾക്ക് വിളിക്കേണ്ടത് ഒറ്റ നാമമാണ്, നിങ്ങൾ വിളിക്കേണ്ടത് ഒറ്റയാളെയാണ്, നിങ്ങൾ വിശ്വസിക്കുന്ന ഈശോയെ. ആ വിശ്വാസം തരാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായിട്ട് നിൽക്കുന്നത്. നീ വീണത്, നീ വിളിച്ചില്ലെങ്കിൽ പോലും നിന്നെ സഹായിക്കാൻ മാനുഷികമായ രീതിയിൽ അമ്മ അവിടെ ഉണ്ടെങ്കിൽ, ഒരുപക്ഷെ അമ്മയുടെ സ്നേഹം കിട്ടാത്തവർ, അപ്പായുടെ സ്നേഹം കിട്ടാത്തവർ, പ്രിയപ്പെട്ടവരുടെ സ്നേഹം കിട്ടാത്തവർ, എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ നമുക്ക് ഓർക്കറിയാം, നമ്മൾ വിശ്വസിച്ചില്ലെങ്കിലും, നമ്മൾ വിളിച്ചില്ലെങ്കിൽ പോലും, നമ്മൾ മുട്ടുകുത്തിയപ്പോൾ, വീണപ്പോൾ, വേദനിച്ചപ്പോൾ, കരഞ്ഞപ്പോൾ, ചങ്കൊന്ന് പെടഞ്ഞപ്പോൾ നമ്മളെ പൊക്കിയെടുത്ത ഒരു പേരുണ്ട്. ആ പേര് ഈശോ എന്നാണ്. ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിൻ്റെ പേര് ഈശോ എന്നാണ്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നിങ്ങൾ പ്രാർത്ഥിച്ചാലും ഇല്ലെങ്കിലും, തിരിഞ്ഞൊന്ന് ചിന്തിച്ചതിൻ്റെ ഗ്രാഫുകളൊക്കെ എടുക്കുമ്പോൾ നമ്മുടെ എല്ലാ വേദനകളിലും, നമ്മുടെ എല്ലാ സങ്കടങ്ങളിലും നമ്മളെ പൊക്കിയെടുത്തുകൊണ്ട് വന്നത് ഈശോയാണ്. എൻ്റെ പത്രോസിലേക്ക് ഓർമ്മിപ്പിക്കുകയാണ് കർത്താവിൻ്റെ നാമം എന്ന് വെച്ചാൽ നീ വിളിക്കുക എന്ന് മാത്രമല്ല, വിളിക്കണമെങ്കിൽ നീ വിശ്വസിക്കണം. എനിക്ക് വേദന വരുമ്പോൾ അമ്മ, അപ്പ എന്ന് ഞാൻ വിളിക്കുന്നുണ്ടെങ്കിൽ ഐ ബിലീവ്, അല്ലേ, ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ അമ്മ എന്നെ സഹായിക്കും, എൻ്റെ അപ്പൻ എന്നെ സഹായിക്കും. ഈശോയുടെ നാമം നീ വിളിച്ചോ, നീ രക്ഷപ്പെടും.